പോയി. ഇതാണ് അവസ്ഥ. കടയിലെ ഗൈസ്, ആ പൊട്ടിയ മഗ് നമുക്ക് ഇങ്ങനെ ആക്കി എടുത്താലോ? ചെറിയ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചാലും നമുക്ക് ആ ട്രാഷിലേക്ക് എറിയേണ്ട ആ ഒരു മഗ്ഗിനെ ഇങ്ങനെ ആക്കി എടുക്കാം. ഞാനത് എൻ്റെ കയ്യിലുള്ളൊരു വാൾ ഹാങ്ങിങ്ങിൽ, മാക്രമേ വാൾ ഹാങ്ങിങ്ങിൽ വെച്ച് നോക്കി. കുഴപ്പമില്ല, ഭംഗിയുണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെ ഈ പരിപാടിന്ന്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നേരം ഞാൻ ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അതും നോക്കി കുറേ നേരം നിന്നു, ഈ പൊട്ടിയ മഗ്ഗും നോക്കിയിട്ട്. എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ എഡ്ജ് പൊട്ടിക്കിടക്കുന്നുണ്ട്. വേറെ 1-2 ക്രാക്ക് കണ്ടിട്ടുണ്ട്. എന്തായാലും അത് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെയുള്ളൊരു ഓപ്ഷൻ എന്താ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതൊരു ഷോപ്പീസ് ഐറ്റം ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആയുധങ്ങളൊക്കെ നിരത്തി വെച്ചു, ഇനി തുടങ്ങാം. ആദ്യം ഞാൻ ചെയ്തത് ആ മഗ്ഗിനൊരു വൈറ്റ് ബേസ് കൊടുത്തു. എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ആ ഒരു വൈറ്റ് കളറ് അവിടെ ഇല്ലെങ്കിൽ അതിന് കുറച്ച് പുള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ഫെയ്ഡാക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ബേസ് കൊടുത്തു, ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട്. പുറത്ത് നല്ല ശക്തിയിൽ നല്ല കാറ്റടിക്കുന്നുണ്ട്. ചെടിയൊക്കെ ഇപ്പം വീഴുന്നും പറഞ്ഞിട്ടുള്ള നിൽക്കുന്ന അവസ്ഥയാണ്. ആ വൈറ്റ് ബേസിൻ്റെ മേലെ ഞാൻ ബ്ലൂ കളറിൻ്റെ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കാൻ വെച്ചു. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റിൽ, ബ്രഷ് പെയിൻറ്റിലും മുക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. Dried out tears of sorrow, lacking all emotion, staring down the barrel, waiting for the final gaze. നെക്സ്റ്റ് നമുക്ക് സൺഫ്ലവർ ഉണ്ടാക്കാം. സൺഫ്ലവർ ഞാൻ ഉണ്ടാക്കുന്നത് മോൾഡഡ് ക്ലേ കൊണ്ടാണ്. അത് ഞാൻ ബോളാക്കി, നന്നായിട്ട് യോജിപ്പിച്ച് ബോളാക്കി ഒരു വുഡൻ ബോർഡ് എടുത്ത് അതിൻ്റെ മേലെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തുകയാണ് ചെയ്യുന്നത്. ഈ വുഡൻ ബോർഡിൽ ഈ ക്ലേ ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പൗഡർ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സെയിം സംഭവം. എൻ്റെ മോളുടെ ഒരു ചപ്പാത്തി പലക ഉണ്ടായിരുന്നു, ഒരു ടോയ് ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ, അതാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ഞാൻ സൺഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ഷേപ്പിൽ ആ മോൾഡിട്ട് ഒരു പേനക്കത്തി യൂസ് ചെയ്തിട്ട് മുറിച്ചെടുത്തു. എഡ്ജസൊക്കെ ഒന്ന് നീറ്റാക്കാൻ വേണ്ടി, കാരണം ഇത് വെട്ടിയെടുക്കുമ്പോൾ ഒരു അൺഈവൺ ആയിട്ടുള്ള എഡ്ജസൊക്കെയാണ് കണ്ടത്. സോ അതൊന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് സെയിം നമ്മൾ പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എഡ്ജസൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നത്. പൗഡർ യൂസ് ചെയ്തൊന്ന് ഷേപ്പാക്കി എടുത്താൽ നല്ലോണം എന്താ പറയുക, ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്തി ഒരു എഫക്റ്റ് എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ട് നൈസായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ക്രാക്സും ക്രൈസസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. ഒരു ഏകദേശം 9 പെറ്റൽസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സൺഫ്ലവറിൻ്റെ സെൻട്രൽ പോർഷൻ ചെയ്യാനായിട്ട് ഞാൻ ഒരു കുട്ടി ബോൾ എടുത്തു. അതിലേക്ക് ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞ് ഡോട്ട്സ് ഉണ്ടാക്കി വെച്ചു.
നമുക്കിനി പേസ്റ്റിംഗ് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച ആ സൺഫ്ലവറിൻ്റെ സെൻട്രൽ പോർഷൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഓരോ പെറ്റൽസും പയ്യെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. 9 പെറ്റൽസും ഞാൻ ഗ്രാജുവലി മെല്ലെ മെല്ലെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ലീഫും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓറഞ്ച് കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. യെല്ലോ വേണ്ടവർക്ക് യെല്ലോയും ചൂസ് ചെയ്യാം. സാധാരണയായിട്ട് സൺഫ്ലവറിന് ഓറഞ്ചും യെല്ലോയും ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാ പെറ്റൽസും ഞാൻ ഓറഞ്ച് കൊണ്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിനൊപ്പം തന്നെ ഞാൻ കുറച്ചൊരു ഷെയ്ഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് യെല്ലോയും യൂസ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പോർഷൻ ബ്രൗൺ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ഗ്രീൻ കൊണ്ട് കളർ ചെയ്തു. ലീവ്സിന് ഒരു ഡബിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യെല്ലോ കളറും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലുള്ള ആ വെയിൻസ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറും എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ മഗ് റെഡിയായി. നമുക്ക് കുഴപ്പമില്ലാതെ തോന്നും. ഒരു വേസ്റ്റ് ആയിട്ട് ട്രാഷിലേക്ക് തള്ളിയിടാൻ വെച്ച മഗ്ഗാണ് നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്തെടുത്തത്. ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും ഫ്ലവേഴ്സോ എന്തെങ്കിലും ഡെക്കറേറ്റീവ് സാധനം ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പീസ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു.